പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക. നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ കർത്താവിൽ ആശ്രയിക്കുക. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ നിങ്ങളെ ഓരോരുത്തരെ സമർപ്പിക്കുക. നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ ആകുലതകൾ, നിങ്ങളുടെ അസ്വസ്ഥതകൾ, പൈശാചികമായ ബന്ധനങ്ങൾ, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ തളർച്ചകൾ, നിങ്ങളുടെ കാലുവേദനകൾ, തലവേദനകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലി തടസ്സങ്ങൾ, കല്യാണ തടസ്സങ്ങൾ, ജീവിത പങ്കാളിയിൽ നിന്ന് ഏൽക്കുന്ന മുറിവുകൾ, ജീവിത പങ്കാളിയുടെ തെറ്റായ ബന്ധങ്ങൾ, തെറ്റായ ചിന്തകൾ, തെറ്റായ ബന്ധങ്ങൾ, തെറ്റായ കാര്യങ്ങളിൽ നിന്നുള്ള അത്ഭുതകരമായ വിടുതൽ, നമ്മുടെ രക്ഷയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ നാശകരമായ കാര്യങ്ങൾ വെറുത്തുപേക്ഷിക്കാനുള്ള കൃപ, പ്രത്യേകിച്ച് അന്ധവിശ്വാസങ്ങൾ, പ്രത്യേകിച്ച് തിന്മയുടെ രൂപികൾ, പ്രത്യേകിച്ച് തെറ്റായ ബന്ധങ്ങൾ, ആത്മാവിനെ തകർക്കുന്ന ബന്ധങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലം ആശീർവദിക്കാനായിട്ട് പോയി. കാരണം അവിടെ ഒരുപാട് അന്ധവിശ്വാസങ്ങളും പൂജാവിധികളും, ഞാൻ അധികം പോകുന്നതല്ല. എന്നാൽ കർത്താവ് എന്നെ കൊണ്ടുപോയി. അങ്ങനെ അവിടെ വെഞ്ചരിച്ച് ആ കുടുംബത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും യേശുനാമത്തിൽ നേർന്നു കഴിഞ്ഞപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഏറ്റവും വലുത് ആത്മാവിൻ്റെ രക്ഷയാണ്. പ്രിയപ്പെട്ട മക്കളെ, എല്ലാ സങ്കടങ്ങളിൽ നിന്നും പാപബന്ധനങ്ങളിൽ നിന്നും ആത്മാവിനെ തകർക്കുന്ന എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും അത്ഭുതകരമായ വിടുതൽ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഒരു മകള് എന്നെ വിദേശത്ത് നിന്ന് വിളിച്ചു. ആ മകള് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളൊരു കാറ് വാങ്ങിച്ചു. ഒരു നല്ല കാറ്, വില കൂടിയ കാറാ. ആ കാറ് വാങ്ങിച്ച നാള് മുതൽ കാറിന് നിരന്തരമായ കേടുകൾ, എപ്പോഴും അപകടങ്ങൾ, ടയറിൻ്റെ പ്രശ്നങ്ങൾ. പുതിയ വാഹനമായിരുന്നിട്ടും, പ്രത്യേകിച്ച് വിദേശത്ത് പുതിയ വാഹനമായിരുന്നിട്ടും നിരന്തരമായി അപകടങ്ങളും വാഹനക്കേടുകളും വർക്ക്ഷോപ്പിൽ നിന്ന് മാറാൻ പറ്റാത്ത അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഇതൊരു സാധാരണ കാര്യമായി എനിക്ക് തോന്നിയില്ല. ആ മക്കളെ രക്ഷപ്പെടാൻ പാടില്ലാത്ത വിധത്തിൽ പല വിധത്തിലുള്ള അശുദ്ധാരൂപികള്, അസൂയകള്, കണ്ണുവെക്കലുകള് ആ കുടുംബത്തിൻ്റെ വളർച്ചയെ, ഉയർച്ചയെ തടസ്സപ്പെടുത്തുന്നതായി ആ മകളുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഇത് ഒരു കൂട്ടരുടെ കാര്യം മാത്രമല്ല. ചിലർ വീട് പണിതിട്ട് താമസിക്കാൻ പറ്റുന്നില്ല. രോഗങ്ങൾ, ശത്രുക്കളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, അയൽവാസികളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ, വഴി തർക്കങ്ങൾ, തടസ്സങ്ങൾ, വീട്ടിൽ തന്നെ കലഹങ്ങൾ, ചില ഭവനങ്ങളിൽ അസാധാരണമായ സ്വരങ്ങൾ, രാത്രിയിൽ വാതിലിൽ ജനലുകളിലൊക്കെ മുട്ടും തട്ടും. അവർ എന്ന് പുറത്തുപോയി നോക്കുമ്പോൾ ആരും കാണുന്നില്ല. എത്രയോ പേര് എന്നെ വിളിച്ച് പറയുന്നത്, എത്രയോ പേരാണ് എനിക്ക് എഴുതുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഇത്തരത്തിൽ അസാധാരണമായ പ്രതിഭാസങ്ങൾ നിമിത്തം എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി കർത്താവ്, ഞാൻ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയിൽ നിന്ന് കേട്ട സ്വരമാണ് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന. വിശ്വാസത്തോടെ നിരന്തരം ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന. ഇതിനകത്ത് അസാധാരണമായിട്ടൊന്നുമില്ല. ഇതിനകത്തുള്ളത്, പ്രിയപ്പെട്ട മക്കളെ, യേശുനാമത്തില് തിന്മകൾ ബന്ധിക്കപ്പെടട്ടെ, നാശകരമായ ജീവികൾ ബന്ധിക്കപ്പെടട്ടെ, കുടുംബത്തെയും ശരീരങ്ങളെയും വ്യക്തികളെയും തകർക്കുന്ന നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെ വിടുവിക്കണമേ യേശുനാമത്താൽ, യേശുവിൻ്റെ രക്തത്താൽ, പരിശുദ്ധ കുർബാനയുടെ രക്തത്താൽ. മക്കളുടെ പഠന തടസ്സങ്ങൾ,
നിരന്തരമായ പഠന തടസ്സങ്ങൾ നേരിട്ട മക്കളുടെ മാതാപിതാക്കള് അവർ നിരന്തരം ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കൂടിയതിൻ്റെ ഫലമായി അനവധി പേര് സാക്ഷ്യപ്പെടുത്തി, അച്ഛാ എൻ്റെ മകന് എൻ്റെ മകൾക്ക് 92% മാർക്ക് കിട്ടി, ഞങ്ങളത് പ്രതീക്ഷിച്ചതല്ല. എൻ്റെ മകൾക്ക് എൻ്റെ മകന് എല്ലാറ്റിനും A+ കിട്ടി. ജർമ്മൻ പരീക്ഷയുടെ മേലുണ്ടായിരുന്ന ബന്ധനങ്ങൾ മാറി, വിസയുടെ മേലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി, ജോലിയുടെ മേലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി, എൻ്റെ മകളുടെ കല്യാണ തടസ്സം മാറി, മകൻ്റെ കല്യാണ തടസ്സം മാറി, എൻ്റെ മക്കള് കുഞ്ഞുങ്ങളില്ലാത്ത തടസ്സങ്ങൾ മാറി. ഒരമ്മ എനിക്ക് എഴുതിക്കൊണ്ട് പറഞ്ഞു, അച്ഛാ ഓർക്കണം, എൻ്റെ മകൾക്ക് കുഞ്ഞുങ്ങളില്ല, എൻ്റെ മകനും ഭാര്യയ്ക്കും അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കണം. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടിയത് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ കർത്താവ് അനുഗ്രഹിച്ചു എന്നതാണ്. പറഞ്ഞു ഹല്ലേലൂയ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന 5 കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ കർത്താവ് കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് അതിശക്തമായ അഭിഷേകം കിട്ടുക. അവിടെ ഡെലിവറൻസ് കർത്താവ് കൊടുക്കുക, ആ മകളുടെ ഗർഭപാത്രത്തെ ആശീർവദിക്കുക, തടസ്സം എടുത്തു മാറ്റുക, ആ ബ്ലോക്ക് കർത്താവ് എടുത്തു മാറ്റുക. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, വിടുതലിന്റെ ശക്തിയുള്ള യേശുവേ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ ശരീരങ്ങളെ ആശീർവദിച്ച് അവർക്ക് വിടുതൽ കൊടുത്ത് അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. കല്യാണ തടസ്സങ്ങൾ നേരിടുന്ന മക്കളുടെ മേലുള്ള അസൂയകള്, കണ്ണുവെക്കലുകള്, തടസ്സങ്ങള് എടുത്തു മാറ്റണമേ. യേശുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും. ഈ ലോകത്തിലെ മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങള് ദൈവത്തിന് സാധ്യമാണ്, ദൈവത്തിന് സാധ്യമാണ്. കാരണം ദൈവശക്തനായ ദൈവമാണ്. മക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത് എളിമയോടെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന വിശ്വാസത്തോടെ കേട്ട് അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക. മറ്റുള്ളവരത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കാര്യമാക്കേണ്ട. കാരണം സാത്താനെ ബന്ധിക്കുന്നത് സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്താവിൻ്റെ ദൗത്യമാണ്, കർത്താവിൻ്റെ മിഷനാണ്, സുവിശേഷ വേലയാണ്. നിങ്ങൾ ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ പിശാചിനെ ബന്ധിക്കുകയാണ്, ശാസിക്കുകയാണ്, ബഹിഷ്കരിക്കാനുള്ള ഈ ശുശ്രൂഷയിൽ പങ്കുചേരുകയാണ്. ആമേൻ. ദൈവകൃപയിലേക്കായിരിക്കും മക്കളെ. ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ കുടുംബത്തെ, നിന്റെ വീടിനെ, നിന്റെ പറമ്പിനെ, കച്ചവടം നടക്കാത്ത പറമ്പിനെ നിങ്ങൾ ഈശോയ്ക്ക് കൊടുക്കുക. പറമ്പിൻ്റെ ദോഷങ്ങളൊക്കെ മാറട്ടെ. പൂജാവിധികളും അബദ്ധ സിദ്ധാന്തങ്ങളും മറ്റുള്ളവരിലൂടെ കടന്നു വന്ന് മലിനമാക്കപ്പെട്ട ഭൂമിയുടെ ബന്ധനങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പറമ്പിൽ നിന്ന് വിട്ടുമാറട്ടെ. അത്ഭുതം നടക്കട്ടെ. വിൽക്കപ്പെടാതെ കിടക്കുന്ന പറമ്പിൻ്റെ മേലുള്ള ദോഷങ്ങൾ മാറട്ടെ. കച്ചവട സ്ഥാപനങ്ങളുടെ ബന്ധനങ്ങൾ മാറട്ടെ. കച്ചവട സ്ഥാപനങ്ങളിലെ കടങ്ങൾ മാറട്ടെ. നിങ്ങളിങ്ങനെ തകർക്കാൻ ശ്രമിക്കുന്ന സാത്താൻ്റെ ബന്ധനങ്ങൾ ഇങ്ങനെ കടങ്ങളിലൂടെ, ജോലി തടസ്സങ്ങളിലൂടെ, പിരിമുറുക്കങ്ങളിലൂടെ നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്ന ആ നാരകീയ അന്ധകാര സാത്താൻ ശക്തിയെ യേശുനാമത്തിൽ ബന്ധിച്ച് പുറത്താക്കിയ. വിശ്വസിച്ചോ മക്കളെ, വിശ്വസിച്ചോ? ഇന്ന് അത്ഭുതം നടക്കുക, അത്ഭുതം നടക്കുക. ഒന്ന് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോസ്തല പ്രവർത്തനം 14-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വചനങ്ങൾ, 3 വചനമാണ്. കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രയിലുണ്ടായിരുന്നു. വിശുദ്ധ പൗലോസ് വചനം പ്രഘോഷിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അവിടെ ജന്മന മുടന്തനായിരുന്ന അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു അസാധാരണമായ, ഒരു അസാധ്യമായ കാര്യമാണ് അയാൾക്ക് ഹീലിംഗ് കിട്ടുക.
അയാൾക്ക് സൗഖ്യം കിട്ടുക. കാരണം ജന്മനാ ബന്ധിക്കപ്പെട്ടിരിക്കുക. ആ കുടുംബം ഇങ്ങനെ നമ്മൾ പറയില്ലേ, ജന്മനാ കാലാകാലങ്ങളായി പാരമ്പര്യമായി എൻ്റെ കുടുംബം ബന്ധിക്കപ്പെട്ടിരിക്കുക. നോക്കിക്ക്, ആ ബന്ധനമാണ് അഴിക്കാൻ പോകുന്നത്. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു, അവൻ വചനത്തെ കേട്ടു, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട്, സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് വിശുദ്ധ പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റു. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ ചാടി എഴുന്നേക്കാൻ പോകുകയാണ്. എല്ലാ നാരക ശക്തികളുടെ പിടിയിൽ നിന്നും, എല്ലാ അന്ധകാര ശക്തിയുടെ പിടിയിൽ നിന്നും, എല്ലാ തടസ്സങ്ങളിൽ നിന്നും, കടബാധ്യതകളിൽ നിന്നും, ജോലി തടസ്സങ്ങളിൽ നിന്നും, കല്യാണ തടസ്സങ്ങളിൽ നിന്നും, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളിൽ നിന്നും, പഠന വൈകല്യങ്ങളിൽ നിന്നും, തടസ്സങ്ങളിൽ നിന്നും, കൂടോത്രത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും സാത്താൻ സേവയുടെ പിടിയിൽ നിന്നും, ദുർമന്ത്രവാദങ്ങളുടെ പിടിയിൽ നിന്നും യേശു നാമത്തില് അത്ഭുതകരമായ വിടുതൽ ലഭിക്കാനായിട്ട് പോകുകയാണ്. നിങ്ങൾ ഈ വചനത്തിൽ വിശ്വസിക്കുക, ഈ പ്രാർത്ഥനയിൽ വിശ്വസിക്കുക. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിൽ നിങ്ങൾ വിശ്വസിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ നാഥനായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ പരിശുദ്ധ മരണത്തിൻ്റെ അസഖ്യം ശത്രുക്കളായ നാരകീയ അന്ധകാര ശക്തികളെ, ദുഷ്ടതയുടെ രാജകുമാരനായ സാത്താനെ, സകല നുണകളുടെയും പിതാവേ, എൻ്റെ നാഥനായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന്മേൽ നിന്നുകൊണ്ട്, അവിടുത്തെ തിരുരക്തത്തിൻ്റെ മേൽ നിന്നുകൊണ്ട്, ഇടത് കൈയിലെ വേദനകളെയും മുറിവുകളെയും അവിടെ നിന്നൊഴുകിയ വിലയേറിയ തിരുരക്തത്തെയും കൊണ്ട് നിങ്ങളെ ഞാൻ ബന്ധിക്കുന്നു, നിങ്ങളെ ഞാൻ ശാസിക്കുന്നു. യേശുവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുരക്തം കൊണ്ട് നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെയും രോഗങ്ങളെയും തിന്മകളെയും ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഓ കർത്താവായ യേശുവിൻ്റെ വിലയേറിയ തിരുരക്തത്താൽ ഈ വചനം കേൾക്കുന്ന മക്കളുടെ അവിടെ പിടികൂടിയിരിക്കുന്ന എല്ലാ നാരകീയ അന്ധകാര സാത്താൻ ശക്തികൾ വിട്ടുപോകട്ടെ. കർത്താവായ യേശുവേ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞാൻ കേണപേക്ഷിക്കുന്നു. ഈ മക്കളെ സകലവിധ ദുഷ്ടാരൂപികളിൽ നിന്നും, സൈന്യങ്ങളിൽ നിന്നും, തിന്മയുടെ അരൂപികളിൽ നിന്നും, നാശകരമായ ജീവികളിൽ നിന്നും, പ്രകൃതി വിരുദ്ധ ശക്തികളിൽ നിന്നും, ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കെണികളിൽ നിന്നും കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ അത്ഭുതകരമായ വിടുതൽ നടക്കുക. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസം നടക്കുന്ന ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ സാധിക്കുമെങ്കിൽ നിങ്ങൾ വരണം. ഈ ദേവാലയം അനുഗ്രഹത്തിൻ്റെ ദേവാലയമാണ്. അരുണോസ് പാദ്രിയെ പോലുള്ള വിശുദ്ധരായ മിഷണറിമാർ ഇവിടെ സേവനം ചെയ്തിട്ടുള്ള പള്ളിയാണ്. അനവധിയായ വിശുദ്ധന്മാരായ ദേശികളും നാട്ടുകാരുമായ മെത്രാന്മാർ വിശുദ്ധ കുർബാന ചൊല്ലിയിട്ടുള്ള അൾത്താരയാണ്. ഈ അൾത്താരയിലാണ് ഈശോ എഴുന്നള്ളിയിരിക്കുന്നത്. ഈ ദേവാലയത്തിലേക്കാണ് അച്ഛൻ വിളിക്കുന്നത്. പോർച്ചുഗീസുകാർ 1498 വാസ്കോഡി ഗാമയോടൊപ്പം വന്ന പേദ്രോ ദെ കോവിൽഹാം എന്ന ആദ്യത്തെ മിഷണറി കൊല്ലപ്പെട്ട സ്ഥലമാണ്. ആ രക്തം വീണ ഭൂമിയാണത്. അവിടേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. വിടുതൽ കിട്ടാൻ, സൗഖ്യം കിട്ടാൻ, വിശ്വാസത്തോടെ, എളിമയോടെ, ത്യാഗത്തോടെ ഒരു ദിവസം ഇവിടെ വന്ന് ഡെലിവറൻസിൻ്റെ, രോഗശാന്തിയുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. വൈകുന്നേരം 5 മണി മുതൽ 8:30 മണി വരെ തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും നിങ്ങളെ കൊണ്ടുപോയി ആക്കാനുള്ള വാഹനങ്ങൾ ഇവിടെ ക്രമീകരിക്കുന്നതാണ്. പ്രിയപ്പെട്ട മക്കളെ, അന്തോനീസിന്റെ പെരുന്നാളിന് പ്രത്യേകം ഞാൻ ക്ഷണിക്കുകയാണ്. കാരണം ഈ പള്ളി എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് അന്തോനീസ് പുണ്യാളൻ്റെ വലിയ പെരുന്നാളും വലിയ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു പള്ളിയാണ്. പക്ഷെ ഇത് കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഭക്തി ഇവിടെ മന്ദീഭവിച്ചു പോയി.
ഇപ്പോൾ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ, അതോടൊപ്പം അച്ഛൻ്റെ ചൊവ്വാഴ്ച ദിവസത്തെ ശുശ്രൂഷയിലൂടെ വിശുദ്ധ അന്തോനീസ് വീണ്ടും ഇവിടെ തൻ്റെ അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ മാസം ഞാൻ പാതുവയിൽ പോയി വിശുദ്ധ അന്തോനീസിൻ്റെ മുൻപിൽ, ആ തിരുശേഷിപ്പിൻ്റെ മുമ്പിൽ, വിശുദ്ധ അന്തോനീസിനെ അടക്കം ചെയ്ത സ്ഥലത്ത് ഞാൻ നിന്ന് പ്രാർത്ഥിച്ചു. ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെയും, പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരെയും, പ്രാർത്ഥിച്ചിട്ടുള്ളവരെയും, ഇനി പ്രാർത്ഥിക്കാൻ വരാനിരിക്കുന്നവരെല്ലാം പാതുവായിലെ വിശുദ്ധ അന്തോനീസിന് മുന്നിൽ നിന്ന് മുട്ടുകുത്തി നിന്ന് കരഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ജൂൺ 13 അന്തോനീസിനാണ് പെരുന്നാളാണ്. നിങ്ങളെല്ലാവരെയും സാധിക്കുന്നവരെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. വൈകുന്നേരമാണ് കുർബാന, വൈകുന്നേരം 5 മണി. തുടർന്ന് ഊട്ട് നേർച്ചയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോകാനായിട്ട് ഇവിടെ അച്ഛന് ട്രാവലറുണ്ട്. ഇപ്പോൾ ട്രാവലറിൽ നിങ്ങളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് സ്റ്റാൻഡിലേക്കും വിടാനുള്ള ക്രമീകരണം, അല്ലെങ്കിൽ എൻ്റെ ഇവിടെയുള്ള ഇടവക്കാരുടെ വാഹനങ്ങൾ ഞാൻ അതിനു വേണ്ടി അവരോട് ആവശ്യപ്പെടും. അവരെല്ലാം നിങ്ങളെ കൊണ്ടുപോയി ആക്കും. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഊട്ട് നേർച്ചയ്ക്ക് നിങ്ങൾക്കിതൊരു നിർബന്ധമുള്ള കാര്യമല്ല. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞു സഹായങ്ങൾ നിങ്ങൾക്ക് അന്തോനീസിനാണ്ട് ഊട്ട് നേർച്ചയ്ക്കായിട്ട് അയക്കാവുന്നതാണ്. അതിൻ്റെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണ്. ഇത് ബുദ്ധിമുട്ടുള്ളവർ ചെയ്യണമെന്നില്ല, സാധിക്കുന്നവർ മാത്രം മതി എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുക. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.